അതിരിക്കാനുള്ള ഓരോ കാരണങ്ങളെ ഇതെന്താ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. നിജമ്മ വിഷയം മാറ്റാത്ത കാര്യം പറഞ്ഞേ. എന്ത് ഞാൻ എസ് പറഞ്ഞു റീസൺ പറയാമെന്ന് എനിക്കറിയില്ല. ആ പുള്ളി നൈസാണ്, ഇനി വരുന്നോട് വെച്ചാണ്. അപ്പൊ നിനക്ക് പഠിക്കാൻ മാത്രം ബുദ്ധിയുള്ളൂല്ലേ? സുഖുവേട്ടനോട് ചോദിക്കാതെ ഒരു 5 പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല. ശൈലജ 100 രൂപ കൊടുത്ത കാര്യവും പറഞ്ഞ് ആ തള്ള എന്നെ കൊച്ചാക്കാൻ വരിക. അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല. ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രക്ക് ഇഷ്ടാണോ? ശരിക്കും ഇഷ്ടം എന്നുമല്ല തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളം പാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നുന്നു. മര്യാദ കൊണ്ടുകൊണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ലെന്നാ വീട്ടിൽ. ഇപ്പോ എത്ര വയസ്സായി കിങ്ങിണിക്ക്? പ്രായം പറയാൻ പ്രായം ഇങ്ങനെ പറയും. പ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സർവീസിൽ കയറിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഞാൻ 23-ാമത്തെ വയസ്സിലാണ്. ഇപ്പോ എത്ര വർഷത്തെ സർവീസായി? 2 വർഷത്തെ സർവീസ് ഉണ്ട്. ഇനി ഞാൻ കിങ്ങിണിയുടെ പ്രായം പറയട്ടെ. പറയൂ സർ. 25 വയസ്സല്ലേ കിങ്ങിണിക്ക്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്ലസാ? അഹി കമ്മൽ? മൂക്കുത്തിയായിരിക്കും. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ? അല്ല, പിന്നെ പരിപ്പ് വട. ഇതിൽ കണ്ട കല്യാണ ചക്കൻ ദാ വന്നിരിക്കണു. അതുപോലൊരാള്. ഗുരുവായൂരപ്പ, ഇന്ദ്രജാലക്കാരാ, എന്താപ്പ തെങ്ങന്റെ മറിമായം. ചെക്ക സുന്ദരനാട്ടോ, ഇഷ്ടാവും ആർക്കും. എന്റെ കാര്യമല്ല സാർ, ഞാനൊരു പൊതുകാര്യം പറഞ്ഞേ ഉള്ളൂ. കുട്ടിക്കറിയോ, വടക്കേന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാര്യം മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. എന്താ എടുത്തി? ഏട്ടനിതുവരെ എത്തിയില്ലേ? ഞാൻ കാത്തിരിക്ക. അകത്തിരുന്ന് കാത്തിരുന്നാ പോരെ, പുറത്ത് ഇരുട്ടല്ലേ. അപ്പൊ സുന്ദരേഷ് അതൊന്നും കേട്ടിട്ടില്ല? ഏത്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഭാര്യയാണ് ഈ ഭാര്യന്ന് ഞാൻ അറിഞ്ഞില്ല. ആണോ? തലയില് മുഖത്തും അതും ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി പോയിന്നാ തോന്നണേ. നിന്നെ വീടും കൂടുവന്നല്ലേ അയച്ചു വിട്ടിരിക്കല്ലേ? നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ? എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാള് തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. ഇലത്തുമ്പ് ഇടത്തോട്ടിടണം. സോറി. ഇടത്തോട്ട് ഇലയിട്ട് ഇടക്കണ്ണിൽ നോക്കിയാൽ ഇല്ലാത്ത പെണ്ണിനെ സ്വപ്നം കാണൂന്ന. പൊട്ടം തന്നെ. ചോറ് അങ്ങോട്ട് വിളമ്പ് കൂട്ടി. മാടമ്പിയില ആദ്യമായിട്ട് വരുന്നവർക്ക് ഇലയിട്ട് നിലത്തിരുത്തി ചോറ് ഉളമ്പി കൊടുക്കണ പതിവ് പണ്ടേ ഉള്ളതാ. വിളമ്പുന്ന ഭക്ഷണം ബാക്കി വെക്കാതെ കഴിക്കുകയും വേണം. അതാ അതിന്റെ രീതി. ഞാൻ ഒരു ഡയറ്റിലാണ്. ഒരു ഡയറ്റ്? ഭദ്രകാളിയുടെ കണ്ണ. വഴിക്ക് വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറുണ്ടായിരുന്നത്? അവിടെ ഒന്നുമില്ല. എനിക്ക് വഴുക്കണമെന്ന് തോന്നി, വഴുക്കി. എന്തോന്ന് തോന്നി? എനിക്ക് വഴുക്കണമെന്ന് തോന്നി, വഴുക്കി. എനിക്കൊന്ന് വഴുക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ നടക്കാൻ പറ്റൂ. சரியா வளர்க்கல. என்ன சரியா வளர்க்கல. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻ കിനിയുന്ന ഒരു മാവുണ്ടായിരുന്നുവെന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ആ കല്ല ഇത് എങ്ങനെയുണ്ട്? പണിക്കര് ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തിന്നുകയും ചെയ്തു. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം അടുത്തു. എത്രയെന്ന് വെച്ചാ സഹിക്കുക. ഞാൻ ചാവാൻ പോവുകയാണ്. ഞാനും വരുന്നുണ്ട് നിന്റെ ഒപ്പം. എന്തിന്? ഞാൻ ചാവാനാ പോണ്. എനിക്ക് നിന്നെ വിശ്വാസല്ല, നീ പറഞ്ഞു പറ്റിക്കാൻ വിടും. ഹണിമൂണിന് നമ്മൾ എവിടെയാ പോകുന്നത്? 4 സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, മധുരൈ, പഴനി. നല്ല ചോയ്സ്. അവസാനിപ്പിച്ചത് പഴനിയിലായത് നന്നായി.
അവിടെ എത്തിക്കഴിഞ്ഞാൽ തല മൊട്ടയടിച്ച് കാവടി എത്തുന്ന തുള്ളുകയും ചെയ്യാലോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ അണവണ? അരവണ മലക്ക് പോയാലേ കിട്ടുള്ളൂ. അല്ല അതല്ല, ഈ അണവണ ഒന്ന് പറയൂ. അവളുടെ പേര് റാണി എന്നല്ലല്ലോ. കണ്ടില്ലേ, പേര് പോലും കള്ളത്തരായിരുന്നു. ഇനി എന്ത് പറഞ്ഞാ ഞാൻ അവളെ വിളിക്ക? ഓ, ഇവൻ വലിയ കള്ളനാ. ഇന്ദു. ഇന്ദു. ഇറ്റ്സ് ഓക്കെ, എന്തു പേര് വേണമെങ്കിലും വെച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. മാഡം, അവളുടെ അഡ്രസ് ഒന്ന് തരൂ പ്ലീസ്. ഞാനും അങ്ങോട്ട് തന്നെയാ. വാ. അതെ, ഒരു ഓട്ടോ വിളിക്കാൻ പറ്റില്ലേ? പിന്നെന്താ, ഇപ്പൊ വിളിക്കാം. എന്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവാത്തവന് ഡ്രസ്സ് നല്ല ഓർമ്മയുണ്ട്. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ടു.